എല്ലാവർക്കും ലിജോസ് നുബിക്കിൻ വേൾഡിലേക്ക് സ്വാഗതം. അപ്പൊ ഞങ്ങൾ ഇന്ന് എന്താ ഉണ്ടാക്കാൻ പോകുന്നറിയോ? ചില്ലി ഗോപി ഉണ്ടാക്കാൻ പോകും. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം ഗാർഡനിൽ നിന്ന് വിളവെടുത്ത നമ്മുടെ കോളിഫ്ലവർ ആണ്. അപ്പൊ നമുക്ക് വിചാരിച്ചത് കോളിഫ്ലവർ വെച്ചിട്ട് നമുക്ക് ഒരു ചില്ലി ഗോപി ഉണ്ടാക്കിയാലോ. അപ്പൊ നമ്മൾ നേരത്തെ ഒരു ചില്ലി ചിക്കന്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അടിപൊളിയായിട്ട് വന്നായിരുന്നു. പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമായി. പിള്ളേർക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി ആട്ടോ. ഇന്ന് ഞങ്ങൾ പിള്ളേരെ പഠിക്കാൻ പോവാം. അവര് കാണുമ്പോ ചില്ലി ചിക്കൻ ആണെന്ന് പച്ചക്കറിയാട്ടെ, കോളിഫ്ലവർ ചില്ലി ഗോപിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി തുടങ്ങാം. നമ്മളിത് പറിച്ചിട്ട് 2 ദിവസമായി, നമുക്ക് ഉണ്ടാക്കാൻ സമയം കിട്ടില്ല. നമുക്ക് ഇന്ന് പിള്ളേർ സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ ഒരു സർപ്രൈസ് കൊടുക്കാന്ന് വിചാരിച്ചു. വൈകുന്നേരം പൊറോട്ടയും ചില്ലി ഗോപിയും കൂടെ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പൊ എന്തൊക്കെ സാധനങ്ങളാ നമുക്ക് ആവശ്യമുണ്ടെന്ന് ഒന്നും കൂടെ നോക്കാം കേട്ടോ. ഇപ്പൊ കോളിഫ്ലവർ ആണ് നമ്മളൊന്ന് എല്ലാം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സവാള നമ്മൾ 2 എണ്ണം ചെറുതായിട്ട്, അതും സ്ക്വയർ ടൈപ്പിൽ അരിഞ്ഞ് വേണം വെക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മൾ റെഡ് ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, ഒരു സ്ക്വയർ ടൈപ്പിൽ അരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഗ്രീൻ ക്യാപ്സിക്കം, പിന്നെ വേണ്ടത് ഇത് നമ്മുടെ സ്പ്രിംഗ് ഓണിയൻ ആണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും വളരെ ചെറുതായിട്ട് അരിഞ്ഞ് കുനുകുനാന്നരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇനിയിപ്പൊ നമുക്ക് വേണ്ടത് എന്തൊക്കെ പൊടികൾ വേണം, എന്തൊക്കെ സാധനങ്ങൾ വേണം. നമുക്ക് ഉണ്ടാക്കുന്നതിന് മുമ്പ് എല്ലാം റെഡിയാക്കി വെക്കണ്ടേ, അല്ലെങ്കിൽ ഉണ്ടാക്കുന്നതിന്റെ ഇടയ്ക്ക് നമുക്ക് ഓടാൻ പറ്റത്തില്ലല്ലോ. അപ്പം വേണ്ടത് ടൊമാറ്റോ സോസ്, നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കി എടുക്കുക. ഞങ്ങളിപ്പോ കടയിൽ നിന്ന് മേടിച്ചാണ്. സോയാ സോസ്, പിന്നെ ചില്ലി സോസ്. ചില്ലി സോസ് നമ്മള് ചില്ലി ചിക്കൻ ഉണ്ടാക്കി നമ്മുടെ വീട്ടിൽ തന്നെ ചില്ലി സോസ് ഉണ്ടാക്കുക ചെയ്തത്. നിങ്ങൾ പോയി റെഫർ ചെയ്താൽ ലിങ്ക് ഇടാം. ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചാൽ കുറച്ച് എക്സ്ട്രാ ഹോട്ടാണ്, അതുകൊണ്ട് നമ്മൾ ചെറുതായിട്ട് നമ്മൾ യൂസ് ചെയ്തോളൂ. പിന്നെ വേറെ എന്താണ്, പിന്നെ വേണ്ടത് ചില്ലി ഫ്ലേക്സ് ആണ് കേട്ടോ. ചില്ലി ഫ്ലേക്സ് വേണം. പിന്നെ ഉപ്പ്, മഞ്ഞപ്പൊടി, പിന്നെ മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ, ഒരു കളറിന് കിട്ടാൻ വേണ്ടി. ജസ്റ്റ് ഒരു ബാറ്ററിന് നമ്മൾ ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടി ബാറ്റർ ഉണ്ടാക്കുമല്ലോ, അപ്പൊ അതിന് വേണ്ടിയാണ്. പിന്നെ നമുക്ക് വേണ്ട ഇച്ചിരി കോൺഫ്ലോറും പിന്നെ മൈദപ്പൊടിയും. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. പിന്നെ വേണമെങ്കിൽ ഒരു ഇച്ചിരി ഷുഗറും കൂടെ എടുത്ത് വെച്ചേക്കണം, കാരണം എല്ലാം കൂടെ കഴിഞ്ഞ് കഴിയുമ്പോ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഷുഗർ കൂടെ. അല്ലെങ്കിൽ നമ്മൾ ചില്ലി ചിക്കൻ ഒക്കെ കഴിക്കുമ്പോൾ ചെറിയൊരു ഷുഗർ ഉണ്ട്. സോസ് ഉണ്ടാകുന്നത് മേലെ, പക്ഷെ ചെറുതായിട്ട് ഒരു സ്പൂണോ അല്ലെങ്കിൽ 1/4 സ്പൂണോ 1/2 സ്പൂണോ ഇട്ട് നമുക്ക് വേണ്ട, നമുക്ക് ആ ഒരു ടേസ്റ്റിന് വേണ്ട അനുസരിച്ചിട്ടാണ്. കൂടുതൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര സ്വീറ്റ് ആയി പോകും. പക്ഷെ നമുക്ക് ആ ഒരു രണ്ടും വേണം, കുറച്ച് ചില്ലി ഫ്ലേവറും വേണം, ആ ഒരു ഷുഗറി ടേസ്റ്റും വേണം. അധികം ഷുഗറി ആകരുത്, ബാലൻസ് നിൽക്കുള്ളൂ. ഓക്കെ. അപ്പൊ ആദ്യം നമ്മൾ ഉണ്ടാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് നമുക്ക് ബ്ലാൻഡ് ചെയ്തെടുക്കണം. ബ്ലാൻഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പാത്രത്തിൽ കുറച്ച് മഞ്ഞപ്പൊടിയും ഉപ്പും കൂടെ ഇട്ട് തിളപ്പിച്ചിട്ട്, വെള്ളം തിളപ്പിച്ചെടുത്തിട്ട് ഇത് അതിനകത്തോട്ടിട്ട് ഒന്ന് മുക്കി പൊക്കി എടുക്കണം. അപ്പൊ ഇതൊന്ന് വെന്ത് കിട്ടും. അപ്പൊ നമുക്കിത് വറുത്തെടുക്കണം. അത് കഴിഞ്ഞിട്ട് അപ്പൊ വറുത്തെടുക്കുമ്പോ ഇങ്ങനെ ഇപ്പൊ നമ്മൾ ഡയറക്റ്റ് ബാറ്ററിൽ ഇട്ടിട്ട് നമ്മൾ വറുത്തെടുത്ത് കഴിഞ്ഞാൽ ഒരു ക്രിസ്പിനെസ് കിട്ടില്ല. അപ്പൊ നമുക്ക് ആ ഒരു കുറച്ചും കൂടെ ഒരു ചെറിയൊരു ഹാർഡ് ഫീലിംഗ്, ആ ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടി നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ബ്ലാൻഡ് ചെയ്യുകയാണ്. ഒരു ഹാഫ് കുക്ക്ഡ് ആയിരിക്കും. എന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാനും. പിന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചത്, ഇത് നമ്മൾ ഗാർഡനിൽ നിന്ന് എടുത്താണ്. കടയിൽ നിന്ന് വാങ്ങിച്ചത് നല്ലോണം പക്ഷെ നമ്മൾ ഗാർഡനിൽ പറിച്ചുകൊണ്ട് നമ്മൾ സെയിം പ്രൊസീജിയർ ചെയ്യുവാണ്. കാരണം നമുക്കറിയത്തില്ല ഇതിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഇതിനകത്തൊന്നുമില്ല. ബട്ട് ഫോർ എ സേഫർ സൈഡ് നമ്മളത് ചെയ്യണം. അപ്പൊ അത് ബ്ലാൻഡ് ചെയ്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ പരിപാടി തുടങ്ങാം. പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഞാൻ അതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുവാണേ. വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണേ. ഓക്കെ, ഇത് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ കോളിഫ്ലവർ എടുത്ത് വെള്ളം നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കോളിഫ്ലവർ ഞാൻ ഇതിനകത്തിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ പോവാണ്. ജസ്റ്റ് അതിനകത്തിട്ടൊന്ന് എടുത്താൽ മതി. അപ്പൊ തിളപ്പിച്ച വെള്ളത്തിലോട്ട് ഞാൻ നമ്മുടെ കോളിഫ്ലവർ ഇട്ട് കൊടുത്തു. അപ്പൊ ഒരു മിനിറ്റ് ഞാൻ വെയിറ്റ് ചെയ്തു. ഇനി നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യുക കേട്ടോ. സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഞാൻ ഇതിനെ ഒന്ന് ഊറ്റിയെടുക്കാൻ വേണ്ടി പോവാണ്. നമ്മുടെ കോളിഫ്ലവർ നമ്മൾ ബ്ലാൻഡ് ചെയ്ത് ഊറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ബാറ്റർ ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പൊ ഇത് നമുക്ക് വറക്കണ്ടേ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ബാറ്റർ ഉണ്ടാക്കാം. നോക്കിക്കേ, ഈ കൺസിസ്റ്റൻസി മതിയാകുവേ. അപ്പം നമ്മുടെ എന്താ പറയണ കോളിഫ്ലവറിലോട്ടൊന്ന് നല്ലോണം ഒന്ന് പിടിക്കണം. എന്നിട്ട് വേണം നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മുടെ കോളിഫ്ലവർ ഞാൻ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടി പോവാണേ.
റെസ്റ്റ് ചെയ്യാൻ വെക്കണത്? വേണ്ട, പെട്ടെന്ന് തന്നെ നമുക്ക് വറുത്തെടുക്കാം. പെട്ടെന്ന് തന്നെ വറുത്തെടുക്കാം. ജസ്റ്റ് അതിൽ കോട്ടായി കിട്ടിയാൽ മതിയല്ലോ. അപ്പൊ നമുക്ക് വറുത്തെടുക്കാൻ വേണ്ടി തുടങ്ങാം. അപ്പൊ നമുക്ക് എണ്ണ ഒന്ന് നല്ലവണ്ണം ചൂടായി വരണം. എന്നിട്ട് നമുക്കിത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കണം. എല്ലാം കൂടെ ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ ഇത് കൂടി പോവേ. സെപ്പറേറ്റ് ആയിട്ട് ഇട്ട് വെച്ച് കൊടുത്തു കഴിയുമ്പോ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ ആയി കിട്ടും. അപ്പൊ ഈ ഒരു ലോട്ട് ആയിട്ടുണ്ട്. അപ്പൊ നമ്മളിത് എടുക്കുവാണ് കേട്ടോ. ഇങ്ങനെ ഇതേപോലെ നമുക്ക് എല്ലാ കോളിഫ്ലവറും നമ്മൾ വറുത്തെടുക്കുക. ആ ക്രിസ്പി കോട്ടിങ്ങും ആ സോസും എല്ലാം കൂടെ മിക്സ് ആകുമ്പോൾ നല്ല കിടു ചില്ലി ഗോപിയാവും. അപ്പൊ നമ്മുടെ കോളിഫ്ലവർ ഒക്കെ നമ്മൾ നല്ലോണം ഫ്രൈ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഉഗ്രനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ സാധനങ്ങളൊക്കെ നമ്മൾ വഴറ്റി എടുക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ഓയിലല്ലേ, അതാണ് നമ്മൾ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പൊ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മൾ ഓരോന്നായിട്ട് നമ്മൾ വഴറ്റി എടുക്കാൻ വേണ്ടി പോവാണ്. ആദ്യം നമുക്ക് നമ്മുടെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇഞ്ചി പച്ചമുളകും കൂടെ അതിനകത്തോട്ട് ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കാം. സവാളയും കൂടി ഇതിനകത്തോട്ട് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാള നമ്മൾ ചതുര കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വെച്ചിരുന്ന, അപ്പൊ അതിനെ ഒന്ന് വിടിവിച്ച് എടുക്കാവേ. അപ്പൊ ആ രസം കാണത്തുള്ളൂ, ഒരു ഭംഗി വരത്തില്ലേ. സവാള ആവുന്നതോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ ക്യാപ്സിക്കം ഇടണം. നമ്മുടെ റെഡ് ക്യാപ്സിക്കവും ഗ്രീൻ ക്യാപ്സിക്കവും ഇട്ടിട്ടുണ്ട്. പിന്നെ ഒന്ന് നമുക്ക് സോട്ട് ചെയ്തെടുക്കാം. വൈറ്റും ഗ്രീനും റെഡും ഒക്കെ വന്നിരിക്കും, നല്ല ഭംഗിയുണ്ട് കാണാനേ. അപ്പൊ ഉണ്ടല്ലോ, പിന്നെ ഇത് കണക്ക് തന്നെ നമ്മുടെ സ്പ്രിംഗ് ഒനിയൻ ഉണ്ടല്ലോ, അത് ഇപ്പോഴാണ് നമുക്ക് ലാസ്റ്റ് ഇടാം. ആക്ച്വലി അതിന്റെ ആ വൈറ്റ് തന്നിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. അത് കണക്ക് തന്നെ സെല്ലറി ഇട്ട് കൊടുക്കുന്നവരുണ്ട്, അത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് സെല്ലറിയും കൂടി ഇട്ട് കൊടുക്കുന്നവരുണ്ട്. ചില്ലി ബീഫ് ഉണ്ടാക്കാം. അപ്പോൾ നെക്സ്റ്റ് ചില്ലി ബീഫ്, ഈവൻ ചില്ലി പോർക്ക്. ഞങ്ങളെ ഫ്രണ്ട് ഉണ്ടാക്കി ഞങ്ങൾക്ക് ഒരു പ്രാവശ്യം. ഞാൻ പ്രഗ്നന്റ് ആയ സമയത്ത്, അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ആ സാധനം അന്ന്. ചില്ലി പോർക്ക് വിത്ത് ഫ്രൈഡ് റൈസ് അല്ലേ? നല്ല കോമ്പിനേഷൻ ആണ് കേട്ടോ. ചൈനീസ് സ്റ്റൈൽ ഡിഷസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എപ്പോഴും നല്ല ചൂട് വോക്കിൽ ഉണ്ടാക്കുക. അതുപോലെ തന്നെ ഇത് അടച്ച് വെച്ച് വേവിക്കരുത്. കാരണം അതിൽ വെള്ളം ഇറങ്ങും നമ്മൾ അടച്ചു വെച്ച് വേവിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ഓപ്പൺ ഫയറിൽ ഓപ്പൺ വോക്കിൽ നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സോട്ട് ചെയ്തെടുക്കുക. ഞാൻ ഈ ചില്ലി ഫ്ലേക്സ് കൂടി ഇതിനകത്ത് ഇടുവാണേ. കുറച്ചിട്ടാ പോരാ? ചില്ലി ഫ്ലേക്സ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കുറച്ച് ഇത് ഉപ്പിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തത് നമ്മുടെ കോളിഫ്ലവർ. അപ്പൊ നമ്മൾ ഇതിനകത്തൂടെ നമുക്ക് കുറച്ച് ഉപ്പ് വേണം. കൂടാതെ നമ്മൾ സോസ് ഒക്കെ ഒഴിക്കുമ്പോ അതിന് ഉപ്പുണ്ട് കേട്ടോ. അപ്പൊ ഒത്തിരി ഉപ്പിടാതിരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ ഉപ്പ് നമ്മൾ നോക്കിയിടുക. ഞാൻ ആ മിച്ചം വന്നിരുന്ന മാവ് ഒന്ന് വറുത്തെടുത്തേട്ടോ. ഇത് നമ്മുടെ ശരിക്കും ഒരു ചെറിയ പൂരിയുടെ ടൈപ്പ് വന്നു, കാരണം മൈദയല്ലേ. നല്ല രസമുണ്ടോ? ഇത് നമ്മുടെ ബജ്ജിക്കില്ലേ, ആ മുളക് എടുത്ത് ഉണ്ടാക്കിയാണല്ലേ. ഓർത്തില്ല, ബുദ്ധിപരമായ ഐഡിയകളൊക്കെ നമുക്ക് പിന്നീട് തോന്നാറുള്ളൂ. ലൈറ്റ് ആയി വന്നാലും ലേറ്റസ്റ്റ് ആയി വരുമോ അതുപോലെ ആവോ ഈ കറി. കണ്ടോ, നല്ല തീയില് കടന്ന് അങ്ങോട്ട് കുക്കാന്നല്ല, അങ്ങനെ ഓപ്പൺ ആയിട്ട് വെച്ച് വേണം നമ്മൾ ചെയ്യാൻ. വെള്ളം ഇറങ്ങൂല, അതിന്റെ അങ്ങോട്ട് നല്ല സോഫ്റ്റ് ആയി കിട്ടും. നമുക്ക് ഓവർ കുക്ക് ആയിരുന്നു. നമുക്ക് ആ ഒരു കടി വേണം. റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സോസ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പൊ ആദ്യം നമുക്ക് വേണ്ടത് സോയാ സോസ് ആണ്. സോയാ സോസ് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഇടുവാണ് കേട്ടോ. അപ്പൊ 1 ടേബിൾ സ്പൂൺ സോയാ സോസ്. പിന്നെ വേണ്ടത് നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പ് ആണ്. അത് ഒരു 3/4 ടേബിൾ സ്പൂണിനടുത്ത് മതി. അതിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഉള്ളത് ചില്ലി സോസ് ആണ് കേട്ടോ. അത് ഒരു 3/4 ടേബിൾ സ്പൂൺ മതിയേ. കുറച്ച് മതിയേ, അത് കാരണം കുറച്ച് എക്സ്ട്രാ ഹോട്ട് സോസ് ആയതുകൊണ്ട് നമുക്ക് പിള്ളേർക്ക് കൊടുക്കാനുള്ളതാ. പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ഇത് മതിയാതല്ലേ. നമുക്ക് വേഗം അതൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മളിപ്പോ സോസ് ഇട്ട സമയത്ത് നമ്മൾ തീ നല്ലോണം ഓഫ് ചെയ്തിട്ടോ. കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ആദ്യം ആ വെജിറ്റബിൾസ് ഇട്ടില്ലായിരുന്നു, ക്യാപ്സിക്കം. അപ്പൊ നല്ല ഫ്ലെയിമിൽ വേണം അതൊന്ന് ആദ്യം ഒരു 1-2-3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാൻ. 2 മിനിറ്റ് മതി മാക്സിമം. കഴിഞ്ഞ തീ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമുക്ക് ഈ സോസസ് ഒക്കെ മിക്സ് ചെയ്യാൻ വേണ്ടി. ഇതാണ് നമ്മള് കോൺഫ്ലോർ 1 ടീസ്പൂണ് നമ്മൾ 1 ഗ്ലാസ് വെള്ളത്തില്
കലക്കി എടുത്ത് വെച്ചേക്കുന്നത്. അപ്പൊ നിങ്ങൾ കലക്കുമ്പോ തണുത്ത വെള്ളത്തിൽ കലക്കണം, എന്നാലേ നല്ലപോലെ കലങ്ങുള്ളൂ. ഇത് നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാവേ. അപ്പൊ നമ്മുടെ കോൺഫ്ലോർ ഒക്കെ നല്ലപോലെ കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ കോളിഫ്ലവർ നമ്മൾ ഫ്രൈ ചെയ്ത് ഇടുന്നതിന് മുമ്പ് നമുക്ക് ഒരു ഇച്ചിരി വെള്ളം കൂടെ ആഡ് ചെയ്ത് ഒരു ലിക്വിഡ് ഫോമിൽ ആക്കിയിട്ട് വേണം കോളിഫ്ലവർ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിട്ട്. അപ്പൊ ഇതൊന്ന് ലിക്വിഡ് പരുവം ആക്കിയിട്ടുണ്ട്. നമ്മുടെ കോളിഫ്ലവർ ഞാൻ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടി പോവാണേ. ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ശരിക്കും നമ്മൾ വെള്ളം ഇടുമല്ലോ, നമ്മൾ ഗ്രേവി പരുവം. അപ്പൊ ഒരിക്കലും നമ്മള് തണുത്ത വെള്ളം ഇടരുത്, നല്ല തിളപ്പിച്ച വെള്ളം ഇടണം കേട്ടോ. നല്ല ബോയിലിംഗ് വാട്ടർ, നല്ല ഹോട്ട് ആയിട്ടുള്ള വാട്ടർ ഇരിക്കണം. ഇനി നമുക്ക് ഇടാനുള്ള ഒരു ഇച്ചിരി ഷുഗർ, നമ്മൾ അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി, എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇച്ചിരി ഷുഗർ ഒക്കെ ഒന്ന് ഇളക്കാം. ഇനിയിപ്പത്തെ ലാസ്റ്റ് നമുക്ക് ആഡ് ചെയ്യാനുള്ളത് നമ്മുടെ സ്പ്രിംഗ് ഒനിയൻ ആണ്. നമുക്ക് എന്റെ മുകളിലൊന്ന് വെതറി കൊടുക്കാം. കണ്ടോ, അടിപൊളിയായിട്ട് ഇരിപ്പില്ലേ? അപ്പൊ ഞാൻ സ്റ്റൗ ഓഫ് ആക്കി വെച്ചിട്ടുണ്ട്. എല്ലാം റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. യമ്മി യമ്മി. നമ്മുടെ ചില്ലി ഗോബി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ചില്ലി ഗോബിയാണ്. കണ്ടിട്ട് ലുക്ക് തന്നെ അടിപൊളിയാണ്. ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്ക് ഇനി നേരെ പാത്രത്തിലേക്ക് എടുത്ത് വെക്കാം അല്ലെ. കണ്ടിട്ടൊരു ചില്ലി ചിക്കന്റെ ഒരു ലുക്ക് ഉണ്ടല്ലേ. വന്നിട്ട് ആദ്യമേ ഭയങ്കര ഫാനാട്ടോ ചില്ലി ചിക്കൻ്റെ. ഈ ഒരു രക്ഷയില്ല. ചില്ലി ചിക്കൻ എന്ത് വേണമെന്ന് നോക്കുമ്പോ വൈകുന്നേരം ഡിന്നർ എന്താണ് ചില്ലി ചിക്കൻ. ഓ ഗുഡ്. നമ്മുടെ പൊറോട്ട റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്ന് അടിച്ചെടുക്കുക. ഞാൻ പറഞ്ഞല്ലോ ഇത് ഫ്രോസൺ പൊറോട്ടയാണ്. നമുക്ക് പൊറോട്ടയും ചില്ലി ഗോബിയും കൂടെ നമുക്ക് ടേസ്റ്റ് ചെയ്യാം. അപ്പൊ പൊറോട്ടയും ചില്ലി ഗോപിയും കൂടെയാണ് ഇന്ന് ഞങ്ങൾ കഴിക്കാൻ പോകേണ്ട. ഞങ്ങൾക്ക് അടിപൊളി ലഞ്ച് ആയിരുന്നു കേട്ടോ. നോക്കിക്കേ, ഇതാണ് നമ്മുടെ ചില്ലി ഗോബി. കഴിക്കാം, ടേസ്റ്റ് ചെയ്യാം. ഓക്കേ, ഒരു പൊറോട്ടയെ തീരും തോന്നുന്നില്ല. ചൂട് പൊറോട്ട, ചൂട് ഗോബി. ഇതൊരു സെമി ഡ്രൈ ആയിട്ടാ നമ്മൾ ചെയ്തത്. ഇത് കുറച്ചും കൂടെ വെള്ളം നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ഗ്രേവി ആയിട്ട് എടുക്കാം. നമ്മൾ സെമി ഗ്രേവി ആയിട്ട് എടുത്തത്. ഇതാ നല്ലത്. ഒത്തിരി ഗ്രേവി ആയി മുങ്ങിക്കിടക്കും. ഫ്രൈയും അഴിച്ചിരിക്കണം. അപ്പൊ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. നല്ല സാധനം കേട്ടോ. നമുക്ക് കോളിഫ്ലവർ ഒക്കെ വീട്ടിൽ കിട്ടുമ്പോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പുതിയ പുതിയ റെസിപ്പീസ് ഒക്കെ ട്രൈ ചെയ്യുമ്പോൾ അല്ലെ പുതിയ പുതിയ ടേസ്റ്റ് ഒക്കെ പിള്ളേർക്ക് പിടിക്കുന്നുണ്ടല്ലോ. അവര് ചോദിക്കും വീണ്ടും വീണ്ടും എനിക്ക് ഇഷ്ടമായി, അത് എനിക്ക് ഉണ്ടാക്കി തരാമെന്നൊക്കെ ചോദിക്കും. ഇതാ ശരിക്കും പറയുന്നത് ഗാർഡൻ ടു ടേബിൾ. അതായത് നമ്മള് വീട്ടില് ഉണ്ടാക്കിയ നട്ടു വെച്ച കോളിഫ്ലവർ ഉണ്ടായി വിളവെടുത്ത് ആ സാധനം നമ്മൾ തന്നെ കഴിക്കുന്നു. അപ്പൊ എല്ലാരും ഇതൊക്കെ ട്രൈ ചെയ്യുക. എന്തെങ്കിലും ഫീഡ്ബാക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. ലൈക്ക് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ഐക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ ഉടനെ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ടേക്ക് കെയർ. ബൈ.